ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി ഗ്രേറ്റ് ചെയ്തതാണ്, അതും ഒരു കപ്പ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് വേണ്ടി പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഒത്തിരി എരിവ് വേണമെങ്കിൽ കേട്ടോ. പിന്നെ ഉപ്പ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അത് മൂന്നും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്, വളരെ ചെറിയൊരു മുട്ട എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് ഒത്തിരി വേണമെങ്കിൽ ഇത് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. ആ മുട്ടയിൽ നിന്നുള്ള വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്ന് കുറേശ്ശെയായിട്ട് പിച്ചി എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിതിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുക്കണം. പിന്നെ നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് കുറച്ചുകൂടെ വലുതാവും. അപ്പം നമുക്ക് വളരെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമുക്ക് എല്ലാം ഇങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് മാറ്റാം കേട്ടോ. ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിതൊരു കെച്ചപ്പ് കൂടി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് കെച്ചപ്പിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് കാണണം കേട്ടോ. താങ്ക് യു.